അബ്ദുൽ മജീദ് KPSTയുടെ പ്രസിഡന്റ് ഇപ്പോൾ നമ്മുടെ ഉണ്ട്. ശ്രീ അബ്ദുൽ മജീദ്, ഇപ്പോൾ പഴയ കാലത്ത് നിന്ന് പൊതുവിദ്യാലയങ്ങൾ ഏറെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് സ്കൂൾ ബസ് എന്നൊക്കെ പറയുന്നത് വലിയ സ്വകാര്യ വിദ്യാലയങ്ങൾ മാത്രമായിരുന്ന ലക്ഷറി ആയിരുന്നെങ്കിൽ ഇന്ന് സാധാരണ പൊതുവിദ്യാലയത്തിലും സ്കൂൾ ബസ് ഉണ്ട്. അതുപോലെ തന്നെ ഉച്ചഭക്ഷണം മുമ്പ് കഞ്ഞിയും പയറുമായിരുന്നു, ഇപ്പോൾ മെനു പരിഷ്കരിച്ചിരിക്കുന്നു. കൂടുതൽ സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, അത് അവരുടെ അവകാശവുമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ചെലവ് സംബന്ധിച്ച ആശങ്ക ഇപ്പോൾ അധ്യാപക സമൂഹത്തിലുണ്ടോ? കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി തൊട്ട് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൺ പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഉച്ചഭക്ഷണം നൽകുന്നത്. അതിന്റെ ചെലവ് 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റും വഹിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഒരു പുതിയ മെനു 20 ദിവസത്തേക്ക് ആവശ്യമായ പുതിയ മെനു പ്രഖ്യാപിച്ചു. വലിയ സന്തോഷം. ആ മെനു അനുസരിച്ചുള്ള വിഭവങ്ങൾ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നതാണ് KPSTയുടെ അഭിപ്രായം. പക്ഷെ ഒരു കാര്യം അതിൽ ഓർക്കേണ്ടതുണ്ട്. ഈ മെനു അനുസരിച്ച് ഭക്ഷണം നൽകുന്നതിന് സ്വാഭാവികമായിട്ടും കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും 60-40% വകയിരുത്തിക്കൊണ്ട് ഇപ്പോൾ നൽകുന്നത് പ്രീ പ്രൈമറി മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് ഒരു ദിവസം 6 രൂപ 78 പൈസയാണ്. അതോടൊപ്പം തന്നെ 6, 7, 8 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്നത് 10 രൂപ 17 പൈസയാണ്. ഈ 10 രൂപ 17 പൈസ കൊണ്ടും 6 രൂപ 78 പൈസ കൊണ്ടും ഈ രീതിയിലുള്ള വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഉച്ചഭക്ഷണം നൽകാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ വിഭവങ്ങൾ അനുസരിച്ച് ഭക്ഷണം നൽകുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വർധനവ് ആ ഫണ്ട് നൽകുന്ന കാര്യത്തിൽ കൂടി വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും നൽകണം, ഇടപെട്ട് അത് നൽകാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഒന്നാമത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, സ്വാഭാവികമായിട്ടും പണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഞ്ഞിയും പയറും കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ വെച്ച പാചക തൊഴിലാളികളാണ്, ആ പ്രൊപ്പോർഷനാണ് ഇപ്പോഴും നിലവിലുള്ളത്. 500 വരെ കുട്ടികളുള്ള ഒരു വിദ്യാലയത്തിൽ ഒരു പാചക തൊഴിലാളിയാണ് ഈ വിഭവങ്ങളെല്ലാം ഒരുക്കേണ്ടത്. അതോടൊപ്പം തന്നെ സപ്ലിമെന്ററി ന്യൂട്രീഷനായ പാലും മുട്ടയും, ആ പാലും മുട്ടയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പാചകം ചെയ്ത് കുട്ടികളിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഒരു പാചകക്കാരിൽ അല്ലെങ്കിൽ ഒരു പാചക തൊഴിലാളിയുടെ ബാധ്യതയായി മാറുന്നു. അതും പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും 500 കുട്ടികളുള്ള ഒരു വിദ്യാലയത്തിൽ ഒരു പാചക തൊഴിലാളിയെ കൊണ്ട് ഒരു കാരണവശാലും ഈ രീതിയിലുള്ള വിഭവങ്ങൾ ഒരുക്കി നൽകാൻ കഴിയില്ല. 1 മണിക്ക് മുമ്പ് വിഭവം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രപ്പോർഷൻ കുറച്ച് അതൊരു 200 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന കാഴ്ചപ്പാട് വെച്ച് മുന്നോട്ട് പോകണം. അതിനനുസരിച്ചുള്ള നിയമനങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെന്നാണ് രണ്ടാമത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ കാര്യം, ഈ ഉച്ചഭക്ഷണം നൽകുക എന്നുള്ളത് പ്രഥമാധ്യാപകരെയും അധ്യാപകരുടെയും മാത്രം ചുമതലയാണ് എന്ന ഒരു രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇതിനു വേണ്ടി അഡ്വാൻസ് പണം അനുവദിച്ചിരുന്നു. പക്ഷെ ഇപ്പോ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നൽകിയ ഉച്ചഭക്ഷണത്തിന്റെ പണം അനുവദിക്കുന്നത് ഈ ജൂൺ മാസത്തിലാണ്. ജൂൺ പകുതിയോടടുക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം. സംശയമൊന്നുമില്ല ശ്രീ അബ്ദുൽ മജീദ്. പക്ഷെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇപ്പോഴത്തെ ഇന്ത്യയൊക്കെ നാട്ടിലൊക്കെ പോയാൽ തന്നെ പൊതുവിദ്യാലയം എന്ന് പറയുന്നത് ആ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി തന്നെയാണ് നാട്ടുകാർ കാണുന്നത്. അപ്പോൾ PTA വളരെ വളരെ സജ്ജമാണ്. അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകൾ, അവിടുത്തെ വാർഡ് കൗൺസിലർമാർ, മെമ്പർമാർ, പ്രാദേശിക സമൂഹം, ഇവരൊക്കെ ആ സ്കൂളിനെ ഏറ്റവും മികച്ച നിലയിൽ, ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച സൗകര്യം ഒരുക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാട്ടിലെ സ്കൂൾ എന്ന് പറയുന്നത് അത് നാടിന്റെ കാര്യം എന്നുള്ള നിലയിലാണല്ലോ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. സർക്കാർ പണം തരാനുള്ളത് തരണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ പൊതുവിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രാദേശിക പ്രവർത്തനം നടക്കുന്നില്ല ഇപ്പോ. ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ഏരിയകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ നമുക്ക് സാർവത്രികമായി കാണാൻ കഴിയില്ല. നേരെ മറിച്ച് PTA സഹകരണമില്ലാതെ അത് ഹെഡ്മാസ്റ്റർമാരുടെയും അധ്യാപകരുടെയും മാത്രം ഭാരമായി മാറ്റിക്കൊണ്ട് അവർ മാത്രം പണം കോൺട്രിബ്യൂട്ട് ചെയ്ത് നടക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ മിക്ക വിദ്യാലയങ്ങളും നടക്കുന്നത്.
PTA കോൺട്രിബ്യൂഷൻ കിട്ടുകയാണെങ്കിൽ അത് തർക്കമില്ല. പക്ഷെ എല്ലായിടത്തും PTA കോൺട്രിബ്യൂഷൻ അതിന് ലഭിക്കുമെന്ന വിശ്വാസം നമുക്കില്ല. ശരി ശ്രീ അബ്ദുൽ മജീദ്, എന്തായാലും ഈ മെനു ഉറപ്പാക്കണം. വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച മെനു ആണ്. കുട്ടികൾക്കൊക്കെ നല്ല ഭക്ഷണം കിട്ടണം, സർക്കാർ കൊടുക്കാനുള്ള പണവും കൊടുക്കണം. ഞാൻ പിന്നെ പറഞ്ഞതുപോലെ പ്രാദേശികമായി ഇപ്പോൾ മിക്കവാറും പൊതുവിദ്യാലയങ്ങളൊക്കെ നാടിൻ്റെ പൊതുസ്വത്ത് എന്നുള്ള നിലയിൽ പ്രാദേശികമായി വിഭവ സമാഹരണം, ഫണ്ട് സമാഹരണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ PTA കളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ